പരാതി കൊടുത്തിട്ട് കാര്യമില്ലേ? അവർ പറഞ്ഞെന്തരാണ് അവരൊക്കെ ദൂരെ താമസം പോയില്ലേ, ഇവരെല്ലാം അടുത്തിരിക്കുന്നവര് നോക്കായി. അതെന്തോന്ന് ഇതാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഒരു മക്കളാ അല്ലെ രണ്ട് മക്കളാ, എല്ലാരും ഒരുപോലെയാണ്. എല്ലാം തിരിച്ചു വെപ്പിരും ഞാൻ കൊണ്ട്, പക്ഷെ ആരും പിന്നെ അതിനകത്ത് കയറാൻ പാടില്ല. എല്ലാം കൊണ്ടുപോയി അച്ഛനമ്മയല്ലേ പാലാച്ചിന് പോലെ അതിനകത്ത് കയറ്റിട്ടില്ല. ഒരു മകൻ വീട് വെച്ചിട്ട് ഒരു പാലാച്ചിന് പോലും അങ്ങനത്തെ മോനാണ് വന്ന് എടുത്തപ്പോ പറയണ മൊബൈലും കൊണ്ടുവന്ന് അവ ഇതെല്ലാം ഇവരെ സംസാരം എല്ലാം എടുത്തോണ്ടെന്ന് പറയണ എനിക്ക് പണിയില്ലെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയത് അവർക്ക് എത്ര ആഹാരം വേണം അവർക്ക് കൊടുക്കാൻ? ഒരു നുള്ള ആഹാരം മതില്ലേ വയസ്സായവർക്ക്? ഒരു നുള്ള ആഹാരം. പക്ഷെ ഈ മക്കളല്ലെന്ന് പറയണം, നാട്ടുകാർ കൊടുത്തോളാം അവർക്ക് ആഹാരം, നമ്മൾ കൊടുക്കാറ്. പക്ഷെ ഇതിനകത്ത് അവർക്ക് കയറാൻ പറ്റൂല. നമ്മൾ കൊടുക്കാം ഒരു നേരത്തെ ആഹാരം. ഒരുപാട് പൈസ ഉണ്ടായിരുന്നു, അതെല്ലാം മക്കളെ കൊണ്ടുപോയി. മക്കളെല്ലാം ഇളാവിലേക്ക് കൊടുത്തു. അവർക്ക് അവരെ കൊണ്ടുപോയി നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരൊക്കെ കൊണ്ടുപോയി പൈസ തിരിച്ചു കൊടുത്ത് തിരിച്ചു കൊടുത്ത് തള്ളേനെ അത്ര തന്നെ. ഈ ഒരു ജീവിതത്തിന്റെ സായനത്തിൽ ഇവരിങ്ങനെ ഞാനൊക്കെയാണ് കേത്ത് പിടിച്ചിരുത്തുന്നത് ഇവിടെ. കാരണം നടക്കാൻ പോലും പോയി ഒരാളെപ്പോഴും കൂടെ വേണം. സ്വന്തം അച്ഛനമ്മയെ നോക്കാൻ പറ്റില്ലെങ്കിൽ അവർ ജീവിതത്തിൽ എന്ത് ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം? നമസ്കാരം, അഞ്ചുതെങ്ങ് കായിക്കരയാണ്. ഇവിടെ ഒരു അമ്മയുണ്ട്, 90 വയസ്സുള്ള അമ്മയാണ്, സത്യഭാമ അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അമ്മയുടെ വിഷയം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് 6 മക്കളുണ്ടായിരുന്നു, 2 പേർ ചെറുപ്പത്തിൽ മരിച്ചുപോയി, 4 പേരുണ്ട്. ഇപ്പോൾ അമ്മയെ ഇപ്പോൾ ആരും നോക്കുന്നില്ല എന്നാണ് പരാതി. അമ്മയ്ക്ക് പരസഹായമില്ല, നടക്കാൻ പറ്റില്ല, മലമൂത്ര വിസർജനം തുടങ്ങി ഒരുപാട് കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. അച്ഛനോട് ഉണ്ടല്ലേ? അച്ഛൻ കിടപ്പിലാണോ? കിടപ്പിലാണ്. അമ്മ മക്കളെ നോക്കുന്നില്ലേ? അമ്മ ആരും നോക്കുന്നില്ല. എന്താ കാര്യം? എന്താ നോക്കാത്ത? അമ്മക്ക് എത്ര മക്കളുണ്ട്? 4 മക്കള്. ആരും നോക്കുന്നില്ലേ അമ്മ? ആരും നോക്കാനില്ല, അവർക്ക് സ്വത്ത് വേണം. കൊടുത്തോ? ഇല്ല, കൊടുത്തില്ല, ആർക്കും കൊടുത്തില്ല. എഴുതി കൊടുത്തെന്ന് പറഞ്ഞു. ഒരു മോന് മാത്രമേ എഴുതി കൊടുത്തോളൂ. അമ്മ ആഹാരം കഴിച്ചോ? കഴിച്ച്. എവിടെ നിന്ന് കൊണ്ടുവന്നു? അപ്പുറത്ത് കൊണ്ടുവന്നു. അല്ല ഭക്ഷ്യ തരാണെന്ന് ആരും ഇല്ല ഇവിടെ? ഇവിടെ ഇപ്പം ആരുമില്ല. ഒരു മോള് മാത്രമാണ് അമ്മയെ നോക്കിക്കൊണ്ടിരുന്നത്. ആ മോക്ക് സുഖമില്ലാണ്ടായി. അതാണിപ്പോൾ ആ മോക്കും വരാൻ പറ്റില്ല. വയസ്സായ ഒരു ചേച്ചിയാണ്. ആ ചേച്ചിക്കും സുഖമില്ലാണ്ടായി. ഇപ്പോൾ ഞാനിപ്പോൾ അറിഞ്ഞപ്പോഴത്തേക്ക് ഇന്നലെ മുതൽ അമ്മ ആഹാരം കഴിച്ചിട്ടില്ല. അയൽപക്കത്തു നിന്നാണ് അമ്മയ്ക്ക് ആഹാരം കൊണ്ട് കൊടുത്തത്. ഇന്ന് ആഹാരം കഴിച്ചായിരുന്നോ? കഴിച്ചോ? അമ്മ കൊണ്ടുപോയി കൊടുത്ത ആഹാരം. ഈ ഇവിടെ നിന്ന് മരങ്ങളൊക്കെ മുറിച്ചോണ്ട് പോയോ? അമ്മയുടെ സ്വർണ്ണമാലയെ കൊണ്ടുപോയെന്ന് പറഞ്ഞത് ശരിയാണോ? മാലയൊക്കെ കൊണ്ടുപോയി. ആര് കൊണ്ടുപോയി? എൻ്റെ മോൻ കൊണ്ടുപോയി. ഒന്നുമില്ല കയ്യിൽ? പെൻഷനുണ്ടോ? പെൻഷൻ ഉണ്ട്. മരുന്നെല്ലാം വാങ്ങേണ്ടി ഒരു മാസത്തിലൊക്കെ? മരുന്നൊക്കെ വാങ്ങിക്കും. പെൻഷൻ കൂടെ മേടിച്ച് മരുന്ന് മേടിക്കും. ഏതായാലും നമ്മുടെ നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. നാട്ടിൽ ചോദിക്കാം, ചേട്ടാ ഈ പറയുന്നതൊക്കെ വാസ്തവമാണോ? ചേട്ടാ നിങ്ങൾ നാട്ടുകാരല്ലേ? ഈ പറയുന്നതൊക്കെ വാസ്തവമാണോ? വാസ്തവം തന്നെയാണ്. അവരിവിടെ നമ്മളുണ്ടായ കാലം മുതലേ അവർ കച്ചവടമുണ്ട്, ചായ കച്ചവടവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെയാണ് ഈ മക്കളെ അതിൽ ആ മൂത്ത ആ ചേച്ചി മാത്രമാണ് എന്ന് വെച്ചാൽ നമ്മളെ മൂത്തമ്മയാണ്. അവർ മാത്രമാണ് നോക്കുന്നത്, നമ്മളെ മാമി അവർ മാത്രമാണ് ഇവരെ നോക്കുന്നത്. ഇന്നതുവരെ ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ അറിവിൽ എനിക്ക് ഒരു 40 വയസ്സായി. ഇന്നതുവരെ അവരാണ് ഇവരെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. വേറെ ഈ മക്കൾ വന്ന് അവരവരെ കാര്യം നോക്കിയാണ് അവർ പോകുന്നത്. മാല കൊണ്ടുപോയെന്ന് ആ മരങ്ങൾ മുറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, എല്ലാം മുറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. നമ്മളെ നാട്ടുകാരെങ്കിലും ഇവിടെ കയറുകയാണെങ്കിൽ അവർ പറയും നമ്മളിവിടെ മോട്ടിക്കാനാണ് വരുന്നതെന്ന്. അവർക്ക് ഒരു തുള്ളി വെള്ളം എങ്ങനെ നമ്മൾ മേടിച്ചു കൊടുക്കും? ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ പോലീസ് പിടിച്ചോണ്ട് പോകും. ഇവിടെ ഒരു കൊച്ചി ഇറക്കാൻ വന്ന ഒരു ദിവസം കയറിയിട്ട് പോയപ്പോൾ കണ്ട് അവൻ്റെ അടുത്ത് പറയാണ്, നീ എൻ്റെ തള്ളയുടെ മാല പൊട്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, അതിവിടെ കൊണ്ടുപോയിക്കണമെന്ന്. അവര് മക്കള് എടുത്തോണ്ട് പോയിട്ട് നാട്ടുകാരെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ആ അമ്മ ഇവിടെ ഇരിക്കല്ലേ, ചോദിച്ചു നോക്കാമല്ലോ ആരാണ് കൊണ്ടുപോയിട്ടുള്ളതെന്ന്. ഇത് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കായിക്കര ആശാൻ സ്മാരകത്തിന്റെ മുന്നിലുള്ള സ്ഥലമാണ്. എനിക്ക് അമ്മ ആണ് ഭക്ഷണം കൊടുത്തത് അല്ലേ? ഞാൻ തന്നെ. ഇന്നലെ രാത്രി 9:30 മണി വരെ ഇവിടെ ആളുണ്ടായിരുന്നു. രാത്രി അവരങ്ങ് പോയി. ഇന്നലെ വരെ മെഞ്ഞാന്ന് വരെ നിൽക്കാനുള്ള ചാൻസേ ഉള്ളവർക്ക്. എന്നിട്ട് അവർ ഒരു ദിവസം കൂടെ നിന്നിട്ട് ഇന്നലെ അവരങ്ങ് പോയി. 9:30 മണി വരെ നോക്കിയിരുന്നു, കണ്ടില്ല. ഇവരെ മോൻ രാത്രി ഒരു ഒറ്റയ്ക്കാണ് കിടന്നത്. മോനാണ് ഇവിടെ കിടക്കാൻ. ഞാനിപ്പോ ഈ അമ്മയെ പിടിച്ചോണ്ടാ വന്നത്. അമ്മയ്ക്ക് രാത്രി ഒന്ന് മൂത്രമൊഴിക്കാൻ പോകണോ അല്ലെങ്കിൽ അങ്ങനെ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യും? അവര് ഒറ്റയ്ക്ക് പോയിക്കൊള്ളണം. അവൻ പറയാൻ അങ്ങനെയാണ് പറയുന്നത്.
സ്വന്തം മക്കൾ പറയുന്നതാണ് ഒറ്റയ്ക്ക് പോയിക്കൊള്ളണം. അല്ല, അമ്മ ഇവിടെ കിടന്നുകൊണ്ട് നിൽക്കണേ ചെയ്തത്. അമ്മ ഇവിടെ കിടന്നുകൊണ്ടിരുന്നപ്പോൾ അമ്മയ്ക്ക് വയ്യാണ്ട് ഇപ്പോൾ പോയത്. ആ, എൻ്റെ അമ്മ ഇപ്പം ഇന്ന് മറ്റേ ഒരു 5 തെങ്ങ് വാർത്തയെന്ന് മറ്റേ സജൻ ആ ചേട്ടൻ വന്നിട്ട് ഇതിനൊക്കെ മാമ ഉണ്ടായിരുന്നു. അപ്പം മാമ മറ്റേ ഇവിടെ അപ്പുറത്തുള്ള ഒരു പയ്യനെ പഴക്കൊക്കെ പത്തിനാണ് പോയെന്ന് പറയുന്നതായിട്ട് ആളാണത്. ചേട്ടനറിയാമോ ഇവരവസ്ഥയൊക്കെ അറിയാമോ? ഓ, പിന്നെ അറിയാം. നമ്മളെപ്പോഴും ഇങ്ങോട്ട് വരുന്നതാണ്. നമ്മളെ കൂടെ ഇങ്ങോട്ട് വരുമായിരുന്നു. കാരണം ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഏകദേശം ഇപ്പം ഇത് 3ാമത്തെ ആളാണ് ഇപ്പോൾ വന്ന് ഇവിടെ നോക്കാൻ വേണ്ടി വന്നത്. ആദ്യം ഒരാൾ വന്ന് ഇന്ന് പുള്ളിക്കാർ 1 മാസം തികച്ചിരുന്നില്ല. അവരുടെ ബുദ്ധിമുട്ട് കാരണം എന്താണെന്ന് അറിയില്ല, അവരങ്ങ് പോയി. രണ്ടാമതൊരു ആൾ വന്ന്, അവരും അത്ര നോക്കുന്നത്ര ശരിയല്ലായിരുന്നു. പിന്നെ അങ്ങനെ അവരെ പറഞ്ഞു വിട്ടു. ഇപ്പോൾ വന്ന് നാൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അവർക്ക് അവരുടെ ഭർത്താവ് പറഞ്ഞ് രാത്രി വീട്ടിൽ കിടക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അവരുടെ വീട്ടിലും മക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ ആ ബുദ്ധിമുട്ട് കാരണം അവർക്ക് ഇന്നലെ ലാസ്റ്റായിരുന്നു. അപ്പോൾ അവരുടെ 1 മാസം തികഞ്ഞുകൊണ്ട് അവർ ഇന്നലത്തോടെ അവരങ്ങ് പോയി. ആള് ഇന്നലെ വരെ ഉണ്ടായിരുന്നു. കാശ് കൊടുക്കുന്നത് ബേബി അമ്മയും കാശ് കൊടുത്തു നിർത്തി. അത് ഇതിന്റെ തള്ളയാണ് പൈസ കൊടുക്കുന്നത്. മാമനൊക്കെ ഈ അവസ്ഥയിലാണ്ടോ ആക്കിട്ട് പോയേക്കുന്നേ. ഇങ്ങോട്ട് വീട്ടില്ല. മാമനെത്ര വയസ്സായി? ക്ലിയർ അറിഞ്ഞൂടെ? 80 വയസ്സ് കഴിയും. 95 വയസ്സിന് മേളിലോട്ട് വരും എൻ്റെ അറിവിലാണ്. മക്കളാരും നോക്കുന്നില്ലേ മാമ? മക്കളാരും നോക്കുന്നില്ലേ? മക്കളാരും നോക്കുന്നില്ലേ മാമനെ? മൂത്തമോളൊക്കെ നോക്കും. മൂത്തമോള് നോക്കും. മൂത്തമോൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരും വരാറല്ലേ? വരും എല്ലാവരും നോക്കും. അമ്മ പറഞ്ഞു ആരും നോക്കുന്നില്ല എന്ന് പറഞ്ഞു. അവരൊക്കെ വരും. അന്ന് ഞാൻ ഇവിടെ തന്നെ അങ്ങ് ഇരിക്കും. അവർക്ക് ജോലിയില്ല, അവർ പോകണ്ടേ. മാമന്റെ മക്കളുടെ സ്നേഹം ഉണ്ടോ? അവരെ കുറ്റം പറയുന്നില്ല. സ്വന്തം മോനെ ഇവിടെ ഒരു ബാത്റൂം കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മയുടെ 3 പവൻ്റെ മാലയാണ് ഊരിക്കൊണ്ട് പോയത്. ഊരിക്കൊണ്ട് പോയിട്ട് ആ ബാത്റൂമിൽ കിടക്കുന്ന നോക്കിയാണ്. ഇതുവരെയ്ക്കാൻ പണി ചെയ്തിട്ടില്ല, ഒരു പണിയും ചെയ്തിട്ടില്ല. പക്ഷേ 3 പവൻ്റെ മാല പോയി. അതെങ്ങനെയാണ് നമുക്കറിഞ്ഞത്? ഇതാണ് മക്കള്. സ്വന്തം മോൻ കൈ കിടന്ന മോതിരവും പോയിട്ടുണ്ട്. പ്ലംബിങ്ങിനും ഇലക്ട്രിക്കും എല്ലാം ചെയ്യുന്ന ഒരു മകനാണുള്ളത്. ആ മകനാണ് ഇവരൊക്കെ ഇന്ന് ഈ ഒരു ബാത്റൂം ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് ഈ 3 പവൻ്റെ മാല കൊണ്ടുപോകണം. ആ മോതിരവും ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ബാത്റൂം അതേ കണക്ക് അവിടെ കിടപ്പുണ്ട്. ഒന്നും ശരിയാക്കിയിട്ടില്ല. അത് വേണം. യൂറോപ്യൻ വെക്കാൻ വേണ്ടിയാണ് ഈ ബാത്റൂം ഉണ്ടാക്കിയത്. നമ്മളിവിടെ കെട്ടിടം പണി ചെയ്യുന്ന പണിക്കാരാണ്. പക്ഷേ നമ്മളെ നമ്മൾ ചെയ്യൂല. നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മളാകുമ്പോഴത്തേക്കും അതെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കൂലേ. പക്ഷെ നമ്മളെ നമ്മൾ വിളിക്കൂല. ഒരു മോതിരം പോയിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്കറിയത്തില്ല. അവർ കൊണ്ടുപോയതാണ്. സ്വന്തം മോൻ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത് 2 വർഷം മുതൽ എന്നെ വിളിച്ചത്? ന്യൂസ് ചാനൽ നീ ധൈര്യമായിട്ട് പറയടി. നീ എന്റെ സൗകര്യമില്ല, നീ പറയേ. ഇല്ല, പറയുന്നതെന്ന് ചെയ്യുന്ന ഇപ്പം ഇത്രയും നാൾ അവരിവിടെ ഉണ്ടായിരുന്നു. ഇപ്പം പോയിട്ട് ഏകദേശം ഒരു 6 മാസത്തോളം ആവും തോന്നുന്നു. അല്ല, എനിക്ക് വിഷമം അതല്ല. മാമന് എല്ലാവരും ഇവിടെയാണ് കിടന്നത്. ഇപ്പം ഒരു 8 മാസമായാലും ഇവിടെ മാറിപ്പോയിട്ട് വീട് വെച്ച് മാറിപ്പോയത്. അപ്പം ഈ മാമന് പ്ലംബിങ്ങുകാരനാണ്. ഇവിടെ കുളിമുറിയുണ്ട്, കക്കൂസുണ്ട്, പക്ഷേ കിണറുണ്ട്, പൈപ്പുണ്ട്. പക്ഷേ ഇതുവരെ ഒരു മോട്ടർ വെച്ച് കൊടുക്കുക, ഒരു പ്ലംബിങ്ങുകാരനാണ്, ഒരു പൈപ്പ് ഇട്ട് കൊടുക്കുക ചെയ്തിട്ടില്ല ഈ പ്രായമായവർക്ക്. എനിക്ക് അതിലാണ് ഏറ്റവും കൂടുതൽ വിഷമം. പിന്നെ മാമ താമസം മാറിപ്പോയ സമയത്ത് ഈ ടാങ്ക് അത് വെള്ളം കയറാത്ത വിധത്തിലാക്കി വെച്ചിട്ട് പോയി. പുള്ളി പറയുന്നത് എന്താണെന്നറിയാം? പുള്ളി ഒരു പുതിയ വീട് വെച്ച് അതിന് ഒരു 8 ലക്ഷം രൂപയുടെ കടം വന്ന് അതിനിപ്പോൾ അമ്മയച്ഛന് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് വീട് വെക്കണമെങ്കിൽ നമ്മളെ കടം വീഴണം. നമുക്ക് അല്ലെങ്കിൽ നമ്മളെ പറ്റുന്ന ഒരു വീട് വെക്കണം. ഇപ്പം ഇത് വീട് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ കിടന്നുകൂടെ. അവർക്ക് ഒരു ഭാര്യയും ഭർത്താവും ഒരു മോനും ഉണ്ട്. അവർക്ക് ഇവിടെ കിടന്ന് ഈ അമ്മച്ചനെ നോക്കി ഇവിടെ കിടന്നുകൂടെ? ഇവിടെയാണ് കിടന്നിരുന്നത്. അവരാണ് ഇവിടുന്ന് കളഞ്ഞിട്ട് പോയിരിക്കുന്നത്. എനിക്ക് അറിയാത്തവരും ഒരാൾ ഇവരെ കൂടെ ഇല്ലെങ്കിൽ അല്ല ചേച്ചി, ഇപ്പൊ ഒരാൾ ഇവരെ കൂടെ ഇല്ലെങ്കിൽ ഇവരെ കാര്യം എങ്ങനെയാണ്? ഒന്ന് എണിച്ചൊന്ന് ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പൊ കണ്ടില്ലേ നമ്മൾ കണ്ടില്ലേ? അമ്മേനെ കൊണ്ട് ഇപ്പം അമ്മ ഹാർട്ട് പേഷ്യന്റ് ആണ്. അമ്മേനെ കൊണ്ട് ഒറ്റയ്ക്ക് പിടിക്കാൻ എടുക്കാൻ ഇവരൊക്കെയാണ് കടയിൽ ചെന്നിരുന്ന് സഹായിക്കുന്നത്. അമ്മയുടെ കട ഇപ്പുറത്താണ്. അമ്മയൊക്കെ കടയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആ കട തുറന്നിട്ടെ നമ്മൾ പോയിരിക്കും. നമ്മൾ റോട്ടിക്ക് നമ്മളാണ് നോക്കുന്നത്. ആ സമയത്ത് ഓടി ഒന്നാണ് ഇവരെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നവര്. അവർക്ക് ജീവിക്കണ്ടേ? ഒരു വണ്ടി കടയാണ് അവർ ഇട്ടിരിക്കുന്നത്. ഇപ്പൊ അമ്മ 2 ദിവസം കൊണ്ട് വയ്യാണ്ട് ഇവിടെ ഇല്ല. പക്ഷേ ഈ 2 പെൺമക്കളുണ്ട്. അവരാരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല. മക്കളെ തന്നെ. അല്ല, ഇപ്പൊ പുതിയ നിയമമുണ്ട്. അതായത് നമ്മളിപ്പം അച്ഛനും അമ്മയും നോക്കിയില്ലെങ്കിൽ
നമുക്ക് എന്ത് വസ്തു എഴുതി തന്നോ തിരിച്ച് എഴുതിയെടുക്കാനുള്ള നിയമം കൊടുക്കണം. ഇവര് എവിടെ നിന്ന് എന്തിനാണ് മേടിച്ചിട്ടുണ്ടോ അതെല്ലാം അവർക്ക് തിരിച്ചു കൊടുപ്പിക്കണം. 2 പ്രാവശ്യം ഞങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മറുപടി വന്നില്ല. നമ്മൾ ഒരുപാട് രാജുവിനൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടും അതിനൊരു പരിഹാരം കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ശരി. പക്ഷേ പോലീസുകാർക്ക് നമ്മൾ പരാതി കുറേ പോയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല. അതിന്റെ റെസിപ്റ്റ് മേടിച്ചിട്ടുണ്ട്. ചേട്ടാ ഞാനിവിടെ അഞ്ചുതെങ്ങ് കായ്ക്കല് ആശാൻ സ്മാരകത്തിൻ്റെ അവിടെ അവിടെ ഞാനൊരു സത്യഭാമ എന്ന് പറഞ്ഞിട്ട് അത് തന്നെ ആരും നോക്കാനില്ല. അവർ ഇന്നലെ മുതൽ ആരും ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇന്നലെയല്ല ഒരു കുറച്ച് ദിവസമായിട്ട് അവർ മക്കളെയൊക്കെ വീണ്ടും ബന്ധപ്പെടുകയാണ്. പക്ഷെ മക്കളാരും അതിനകത്തൊന്നും ഇതിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക ചേട്ടാ? കാരണം പഞ്ചായത്ത് പ്രസിഡന്റാണ്, രാജു സാറാണ്. ചേട്ടാ ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക? കാരണം ഇവരെങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ മനസ്സും വരുന്നില്ല. അതിന് അവരിപ്പോൾ നമ്മൾ പോലീസിൽ ബന്ധപ്പെട്ടുണ്ട്. അവരെ മക്കളെ കൂടെ വിളിപ്പിച്ചിട്ട് ഇവർക്ക് നോക്കാൻ. കാരണം വെച്ചാൽ ഞാനേ ഇപ്പം അവരെ മുറിക്കകത്തുനിന്ന് പുറത്തിറക്കി ഇരുത്തിയവരെ ഞാൻ നമ്മൾ പിടിച്ചാകൊണ്ടിരുത്തിയതേ. അങ്ങനെ ഇവർക്ക് ടോയ്ലറ്റിൽ പോകാനോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണല്ലോ ചേട്ടാ. അതെ, അവർ മിനിഞ്ഞാന്നൊരാൾ നോക്കാനുണ്ടായിരുന്നു. അവരും ഇപ്പോൾ പോയി. വേറെ ആൾ നിർത്തിയിരുന്നു. അവരിപ്പോൾ പോയി. മക്കൾ 3-4 പേരുണ്ട്. ഒരു ആൺപയ്യുണ്ട്. അവരാണെങ്കിൽ വളരെ നിഷേധാത്മക നിലപാടാണ്. നമ്മളൊരു മുമ്പ് പ്രാവശ്യം കൂടി സംസാരിച്ചപ്പോഴും സാർ ഞാൻ പുറത്തൊരാൾ നിർത്തി കൊടുക്കാം, ഒരു 5000 രൂപ മക്കൾ കൊടുക്കാൻ പറഞ്ഞു. അവിടെ ഈ നിർത്തുന്ന ആളുടെ പേയ്മെന്റിന് വേണ്ടി. പക്ഷെ അതിനും തയ്യാറല്ല, നിർത്തിക്കാനും തയ്യാറല്ല. കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നാണ്. എന്നിട്ട് ആ നിന്ന സ്ത്രീയെ കൂടെ പണക്കി വെച്ചിട്ടാണ് പോയി രാജ്യത്ത്. ലൈച്ചേട്ടാ ഞാൻ എന്തായാലും ഇപ്പം ഞാൻ വാർത്ത ചെയ്യുകയാണ്. ലൈച്ചേട്ടൻ്റെ വോയിസ് ഞാൻ കൊടുക്കാം. അടിയന്തരമായിട്ട് ഇടപെടൽ ഉണ്ടാവണേ. കാരണം അപ്പനും അമ്മയും കളഞ്ഞിട്ട് ഇപ്പം തോന്നുന്നില്ല. മക്കളുള്ളവരുടെ ദുഃഖം, മക്കളില്ലാത്തവർക്ക് മക്കളില്ലാത്ത ദുഃഖം. പക്ഷേ മക്കളുണ്ടായിട്ട് പോലും ഈ പറയുന്ന വയസ്സാം കാലത്ത് ഒരു പക്ഷേ ഈ 4 മക്കളെയൊക്കെ വളർത്തി വലുതാക്കാനായിട്ട് അവരെന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു എന്ന് ഇവർക്ക് മാത്രമേ അറിയാൻ കഴിയൂ. ഈ ഒരു ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ഇവരിങ്ങനെ ഞാനൊക്കെയാണ് പിടിച്ച് ഇരുത്തുന്നത് ഇവിടെ. കാരണം നടക്കാൻ പോലും ഒരാളെപ്പോഴും കൂടെ വേണം. സ്വന്തം അച്ഛനമ്മയെ നോക്കാൻ പറ്റില്ലെങ്കിൽ അവർ ജീവിതത്തിൽ എന്ത് ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം? വിസ്മയാസിന്റെ ക്യാമറ അരുൺ സാറിനൊപ്പം സയ്യിദ് മൈറാർ സൈനിങ് ഓഫ്.